വനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വനപാലകൻ ഒരു കാഴ്ച കണ്ടു. താൻ നടന്നു പോകുന്ന പാതയിൽ നിന്നും കുറച്ചു മാറി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന കുറച്ച് എല്ലും കഷ്ണങ്ങളായിരുന്നു. അതിനരികിലേക്ക് ചെന്ന് പരിശോധിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇവയ്ക്ക് മാസങ്ങൾ തന്നെ പഴക്കമുണ്ടെന്ന്. തലയോട് കണ്ടപ്പോൾ അതിൻ്റെ വലിപ്പമനുസരിച്ച് അയാൾ അതിൻ്റെ ഏജ് നിർണയിച്ചു. അതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വിഷമിപ്പിക്കുന്നത്. ആ തലയോടിൻ്റെ വലിപ്പം വെച്ച് ആ ശരീരത്തിൻ്റെ പ്രായം ഏകദേശം 8 അല്ലെങ്കിൽ 7 മാത്രമേ കാണുകയുള്ളൂ. അതായത് ഒരു കുട്ടിയുടെ ശരീരാവശിഷ്ടമാണ്. ഗ്രാമത്തിൽ നിന്ന് മാസങ്ങൾക്ക് മുന്നേ കൊണ്ടുപോയ ഏതോ ഒരു കുട്ടിയുടെ ശരീരാവശിഷ്ടമാണ് ഇപ്പോൾ ഈ മരത്തിൻ്റെ കീഴിൽ കിടക്കുന്നത്. വനപാലകന് ഒരു കാര്യം മാത്രം അറിയാമായിരുന്നു, ആ പിടിച്ചുകൊണ്ടുപോയത് ഈ വനത്തിൻ്റെ അധിപതിയായ രാക്ഷസിയായ നരഭോജിയായ കടുവയാണ് എന്ന്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് മുണ്ടോലിയിലെ നരഭോജിയായ പെൺകടുവയുടെ കഥയാണ്. അതിനെ കൊലപ്പെടുത്തിയ ഹൗസ് മാസ്റ്ററിൻ്റെ കഥയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കഥകൾ കേൾക്കുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കഥകളാണ്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ. ആയിരത്തി 1876 മുതൽ 1889 വരെ നീണ്ടുനിന്ന 13 വർഷക്കാലം ആ പ്രദേശം ഭരിച്ചിരുന്നത് ഒരു വന്യമൃഗമായിരുന്നില്ല, മറിച്ച് ഒരു ഭൂതമായിരുന്നു. ചക്രധാർ റേഞ്ചിലെ പർവ്വതങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 10,000 അടി ഉയരമുള്ള ആ ദുർഘടകരമായ പാതകളിൽ അവൾ തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചു. യമുനയ്ക്കും ടോൺസ് നദിക്കും ഇടയിലുള്ള ആ വലിയ മലനിരകളിൽ വസിച്ചിരുന്ന ഗ്രാമീണർക്ക് അവൾ വെറുമൊരു കടുവയായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ ശിക്ഷയായിരുന്നു. തുടക്കകാലത്ത് അവൾ ഇങ്ങനെയൊന്നുമായിരുന്നില്ല. അവളുടെ യൗവനകാലത്ത് അവൾ വസിച്ചിരുന്നത് ഡൂൺ താഴ്വരയിലായിരുന്നു. അവിടുത്തെ ആ വലിയ വിശാലമായ വനത്തിലായിരുന്നു. ധാരാളം വന്യമൃഗങ്ങളാൽ സമ്പന്നമായിരുന്നു ആ വനപ്രദേശം. അതുകൊണ്ട് തന്നെ കരുത്തയായ ഒരു പെൺകടുവയായിട്ട് തന്നെയായിരുന്നു അവൾ അവിടെ വളർന്നത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അവളൊരു അമ്മയായി മാറുന്നതും. 2 കടുവക്കുഞ്ഞുങ്ങൾക്കാണ് അവൾ ജന്മം നൽകിയത്. വിശാലമായ ശാന്തമായ നിശബ്ദമായ ആ വനത്തിൽ അവളുടെ കുഞ്ഞുങ്ങളുടെ ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ അവൾക്ക് കാലം കാത്തുവെച്ചത് അതിക്രൂരമായ ഒന്നായിരുന്നു. 1880കളിൽ ഒരു മഞ്ഞുകാലത്താണ് ഈ സംഭവം നടന്നത്. അവളുടെ 2 കുഞ്ഞുങ്ങളെയും അവൾക്ക് നഷ്ടമായി. കഠിനമായ ആ ശൈത്യകാലം അവിടുത്തെ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കി. കാരണം മഞ്ഞുകാലമാകുമ്പോഴേക്കും മൃഗങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഈ സമയത്ത് വന്യമൃഗങ്ങൾ തീരെ കുറവായിരുന്നു. പിന്നെ അവശേഷിച്ചത് കാട്ടുപന്നികളും ഹരണുക്കളും മാത്രമായിരുന്നു. ഈ കാലമായപ്പോഴേക്കും അവൾക്ക് പ്രായമായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവയെ വേട്ടയാടുക എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമായിരുന്നു. അങ്ങനെ ഏകാന്തതയും വിശപ്പും ആ കടുവയെ ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റി. ആ വർഷം ഏകദേശം 3 മനുഷ്യരെയാണ് അവൾ അവളുടെ ഇരയാക്കി മാറ്റിയത്. അങ്ങനെ അവൾ അവളുടെ നരനായാട്ടിൻ്റെ ചരിത്രം അവിടെ കുറിക്കുകയായിരുന്നു. ഈ 3 സംഭവങ്ങൾ നടന്നതോടെ അവൾ ഒരു തിരിച്ചറിവിലെത്തി. മനുഷ്യൻ്റെ മാംസത്തിനാണ് മറ്റ് മൃഗങ്ങളുടെ മാംസത്തിനേക്കാൾ രുചിയുള്ളതെന്ന്. അതുമാത്രമല്ല, അവൾക്കിനിയും വേട്ടയാടുവാൻ വനം ആവശ്യമില്ല എന്നും ഗ്രാമങ്ങളുടെ അതിരുകളിൽ പതുങ്ങിയിരുന്നാൽ അവൾക്ക് വേണ്ട ഇരകളെ പിടിക്കാമെന്നും അവൾ തിരിച്ചറിഞ്ഞു. പിന്നീട് നീണ്ടു നിന്നത് അവളുടെ നരനായാട്ടുകളായിരുന്നു. അതിലെ ഒരു കഥ ഇങ്ങനെയാണ്. ഒരു രാത്രിയിൽ ഗ്രാമത്തിന് സമീപത്ത് അവൾ വന്നെത്തി. ആ സമയം ഗ്രാമത്തിലെ ആളുകളെല്ലാം നല്ല ഉറക്കമായിരുന്നു. എങ്കിലും ചന്ദ്രൻ പൂർണ്ണ വൃത്താകൃതിയിൽ മാനത്ത് അങ്ങനെ ഉണർന്നു തന്നെ നിന്നു. അവൻ്റെ വെളിച്ചത്താൽ ചുറ്റുപാടുമുള്ള പ്രദേശം അവ്യക്തമെങ്കിലും കാണുവാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അവൾ മനുഷ്യനെ തേടി ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഗ്രാമത്തിൻ്റെ വിജനമായ വഴികളിലൂടെ അവൾ അങ്ങനെ നടന്നു നീങ്ങവേ അവളുടെ കണ്ണുകൾ വന്നുടക്കിയത് ഒരു കുടിലിലായിരുന്നു. ആ കുടിലിൻ്റെ സമീപത്തായി ഒരു പശുവും അതിൻ്റെ കിടാവും നിൽക്കുന്നുണ്ടായിരുന്നു.
നമ്മൾ കരുതും അവളുടെ കണ്ണുകൾ ആദ്യം വന്ന് പതിച്ചത് ആ പശുവിലും കിടാവിലുമാണെന്ന്. എന്നാൽ സത്യം അങ്ങനെയേ ആയിരുന്നില്ല. ആ പശുവും കിടാവും നിൽക്കുന്നതിൻ്റെ തൊട്ടരികിലായി ഒരു മനുഷ്യൻ കമ്പിളിപ്പുതപ്പെല്ലാം പുതച്ചുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അയാൾ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ അവളുടെ കണ്ണുകൾ പതിഞ്ഞിരിക്കുന്നത് ആ ഗ്രാമീണന് നേരെയാണ്. അവൾ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ മെല്ലെ അയാളുടെ സമീപത്തേക്ക് നടന്നു. എന്നിട്ടും ആ പശുവോ ആ കിടാവോ ആ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതേയില്ല. അവിടെ ഉണ്ടായിരുന്ന കുറ്റിച്ചെടികളുടെയും ഇലകളുടെയും മറവിൽ പറ്റിയാണ് ആ കടുവ ആ ഗ്രാമീണൻ്റെ സമീപത്തേക്ക് നടന്നെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ചായ്പിൻ്റെ പുറവിലേക്ക് ആ കടുവ പതിയെ മറഞ്ഞു നിന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു തടസ്സവും കൂടാതെ ആ പശുവിനെയോ ആ കിടാവിനെയോ ആ കടുവയ്ക്ക് ആക്രമിച്ച് കൊലപ്പെടുത്തി അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും അവൾ അതിന് ശ്രമിച്ചില്ല. അവൾ ഒറ്റ കുതിപ്പിന് ചാടി വീണത് അവിടെ കിടന്നുറങ്ങിയിരുന്ന ആ ഗ്രാമീണൻ്റെ നേർക്കായിരുന്നു. കടുവ ചാടി അയാളുടെ ദേഹത്തേക്ക് വീണതും അയാൾ ഉണരുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ പശുവും കിടാവും ഉച്ചത്തിൽ കരയുകൂടി ചെയ്തപ്പോഴേക്കും ആ ഗ്രാമം മുഴുവൻ ഉണർന്നു കഴിഞ്ഞിരുന്നു. ഗ്രാമീണർക്ക് എന്തോ പന്തികേട് തോന്നി. അവർ അപ്പോൾ തന്നെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളും പന്തങ്ങളുമായി അവരുടെ കുടികളിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ തന്നെ കടുവ ഈ കാര്യങ്ങളെല്ലാം കാണുകയും അവൾ അവിടെ നിന്നും അടുത്തുണ്ടായിരുന്ന വനത്തിലേക്ക് ഓടി മറയുകയും ചെയ്തു. അത് പോയിട്ടും കുറച്ച് സമയം ഗ്രാമീണർ അവിടെ കഴിച്ചുകൂട്ടുകയും അതിനുശേഷം അവർ അവരുടെ കുടിലുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. കടുവയുടെ ആക്രമണത്തിൽ ഭയന്ന് അപ്പോഴേക്കും അയാൾ ബോധരഹിതനായി ആ കട്ടിലിൽ അങ്ങനെ കിടക്കുകയാണ്. കടുവയെ തുരത്തി ഓടിച്ചു കഴിഞ്ഞാൽ അവൾ വീണ്ടും വരില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ഗ്രാമീണർ. എന്നാൽ വനത്തിലേക്ക് മടങ്ങിപ്പോയ കടുവ അവരുടെ ആളുകളുടെ എല്ലാം വിശ്വാസം തെറ്റിക്കുകയായിരുന്നു. അവൾ വീണ്ടും ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുകയും അവൾ നേരത്തെ ആക്രമിച്ച ആ ഗ്രാമീണനെ ആക്രമിച്ചുകൊണ്ട് അവിടെ നിന്നും വലിച്ചിഴച്ചുകൊണ്ട് ആ ഇരുട്ടിലേക്ക് മറയുകയും ചെയ്തു. ഈ സമയം അവൾ കൃത്യമായി ആ ഇരുവിടെ കഴുത്തിൽ കടിക്കുകയും അയാളുടെ കഴുത്ത് ഒടിക്കുകയും ചെയ്തിരുന്നു. കിടാവും പശുക്കളും കരഞ്ഞെങ്കിലും ഗ്രാമത്തിലെ ആളുകൾ ആരും തന്നെ പുറത്തിറങ്ങിയില്ല. മുന്നിലത്തെ ആ ഭയം കാരണമാണ് പശുവും കിടാവും കരയുന്നതെന്ന് അവർ കരുതി കാണണം. എന്നാൽ ആ രാത്രിയിൽ അവിടെ നടന്നത് ഒരു മനുഷ്യക്കൊലയായിരുന്നു. അവൾക്കിരയായി മാറിയ ആ ഗ്രാമീണനെ വലിച്ചിഴച്ചുകൊണ്ട് വനത്തിലെ ഇരുട്ടിലേക്കും അവൾ പോയി മറയുകയായിരുന്നു. വർഷം 1883 ഓഡൽ എന്ന പേരുള്ള ഒരു വെള്ളക്കാരൻ ഈ വനമേഖലയിൽ ക്യാമ്പ് ചെയ്തു. അയാളുടെ ക്യാമ്പിൽ ധാരാളം ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അയാളുടെ കൂട്ടുകാരും സുഹൃത്തുക്കളും തൊഴിലാളികളും ഉൾപ്പെടെ ധാരാളം ആളുകളും ആ സെറ്റിൽമെൻറ്റിലുണ്ടായിരുന്നു. ഈ പ്രദേശത്തേക്ക് അവർ വരുമ്പോഴും ഇവിടെ ക്യാമ്പ് ചെയ്യുമ്പോഴും അവരുടെ സെറ്റിൽമെൻറ്റ് നിർമ്മിക്കുമ്പോഴും അവർക്ക് നല്ല പോലെ തന്നെ അറിയാമായിരുന്നു ഈ വനപ്രദേശം ഒരു പെൺകടുവയുടെ പിടിയിലായിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ അവർ തികഞ്ഞ ജാഗ്രതയിലുമായിരുന്നു. 1-2 ദിവസം യാതൊരു കുഴപ്പങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ 3-ാമത്തെ ദിവസം രാത്രിയിൽ നടന്നത് അതിഭയാനകമായ ഒരു കാര്യം തന്നെയായിരുന്നു. എന്നത്തെ പോലെയും വൈകിട്ട് അവരുടെ അത്താഴമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ടെൻറ്റിന് മുന്നിൽ അവർ ഒരു തീ കൂട്ടിയിട്ടിരുന്നു. ആ തീക്ക് ചുറ്റുമാണ് ബാക്കി ടെൻറ്റുകളെല്ലാം ഉണ്ടായിരുന്നത്. അതിന് മുന്നിലിരുന്ന് അവർ ഭക്ഷണങ്ങളും മറ്റും കഴിച്ചതിന് ശേഷം അവർ ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളുമെല്ലാം പറഞ്ഞ് നാളത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് അവർ അവരുടെ ടെൻറ്റുകളിലേക്ക് മടങ്ങി. ഓടിൻ്റെ ടെൻറ്റിലേക്ക് മടങ്ങി. എന്നാൽ അയാൾക്ക് രാത്രിയിൽ ഉറക്കം വന്നിരുന്നില്ല. അയാൾ ടെൻറ്റിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് കൃത്യം പറഞ്ഞാൽ ഏകദേശം 11 മണി ആയപ്പോഴേക്കും അയാൾ ഒന്ന് കിടന്നു. അയാൾക്ക് ഉറക്കം വന്നില്ല. എങ്കിലും അയാളുടെ കണ്ണുകളടച്ച് പതിയെ ഉറങ്ങുവാൻ ശ്രമിച്ചു. അപ്പോഴാണ് അയാൾ ഒരു ശബ്ദം കേട്ടത്. താൻ കടന്നുറങ്ങിയിരുന്ന ടെൻറ്റിൻ്റെ മുകളിലേക്ക് മണ്ണും കല്ലും തെറിച്ചു വന്ന് വീഴുന്ന ശബ്ദമായിരുന്നു അത്. അതായത് മലയുടെ മുകളിൽ നിന്നും ഏതോ ഒരു വലിയ മൃഗം താഴേക്ക് അതിവേഗം ഇറങ്ങി വന്നതിൻ്റെയോ ചാടിയതിൻ്റെയോ ലക്ഷണമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു നിമിഷം അയാളൊന്ന് പതറി. എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു. വളരെ വേഗം തന്നെ ടെൻറ്റിന് പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ കത്തിച്ചു വെച്ചിരുന്ന ആ തീയുണ്ടല്ലോ അതിൽ നിന്നും കത്തിക്കൊണ്ട് നിന്നിരുന്ന ഒരു വിറക് കഷ്ണം എടുക്കുകയും ചെയ്തു. അയാൾ ആ വിറക് കഷ്ണം എടുത്തപ്പോൾ തന്നെ തൻ്റെ മുന്നിൽ കണ്ട കാഴ്ച അയാളുടെ രക്തം മരവിക്കുവാൻ പോകുന്ന ഒന്നായിരുന്നു. തിളങ്ങുന്ന 2 മഞ്ഞക്കണ്ണുകൾ തന്നെ രൂക്ഷമായി നോക്കുകയാണ്. അവളുടെ പല്ലുകൾ കാട്ടി അയാളെ ആക്രമിക്കുവാൻ കൂപ്പുകൂത്തുകയാണ്. പിൻകാലുകൾ താഴെ കുറപ്പിച്ച് അയാൾക്ക് നേരെ കുതിക്കുവാൻ വേണ്ടി അവൾ തയ്യാറെടുക്കുകയാണ്. മരണം മുഖാമുഖം കണ്ട നിമിഷം
അയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ തീക്കൊള്ളി ആ കടുവയ്ക്ക് നേരെ വീശുകയും ഉച്ചത്തിൽ അലറുകയും ബഹളം വയ്ക്കുകയും എല്ലാം ചെയ്തു. എന്നാൽ അവിടെ നിന്നിരുന്ന ആ പെൺകടുവ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളൊന്ന് പതറി, ചുറ്റുപാടും ഒന്ന് നോക്കി. ടെൻറ്റിലെ ആളുകളെല്ലാം എഴുന്നേൽക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവിടുന്ന് പിന്തിരിഞ്ഞു പോകുവാൻ തുനിഞ്ഞു. എന്നിട്ടും അവൾ തിരിയുകയും വീണ്ടും അയാൾക്ക് നേരെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. നിന്നെ പിന്നെ എടുത്തോളാം എന്ന മട്ടിലായിരുന്നു ആ കടുവ അവിടെ നിന്നും അയാളെ തിരിഞ്ഞു നോക്കിയത്. ടെൻറ്റിലെ ആളുകൾ എഴുന്നേറ്റ് ബഹളം വെച്ച് പുറത്തേക്ക് വന്നതും ആ കടുവ അവിടെ നിന്നും വനത്തിലേക്ക്, ആ ഇരുട്ടിലേക്ക് മറഞ്ഞു. തൊഴിലാളികളും കൂട്ടുകാരുമെല്ലാം ടെൻറ്റിന് പുറത്തേക്ക് എത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഒരു നിശ്ചലമായ ഒരു പ്രതിമ കണക്ക് ഓടിൻ അവിടെ അങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ്. അവർ എത്ര വിളിച്ചിട്ടും അയാൾ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ സ്വഭാവം നഷ്ടപ്പെട്ട് അയാൾ അനങ്ങാതെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അങ്ങനെ നിന്നുപോയി. അയാളുടെ കാലുകൾ തണുത്തു മരവിച്ചു. ഹൃദയമിടിപ്പിൻ്റെ വേഗത വല്ലാതെ കൂടി. അയാളുടെ ഒരു സുഹൃത്ത് ഓടി വന്ന് അയാളെ തട്ടി ഉണർത്തി. തനിക്ക് മുന്നിലുണ്ടായ സംഭവങ്ങളെല്ലാം സത്യമാണോ അതോ മിഥ്യയാണോ എന്ന് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത അത്രയും ഒരവസ്ഥയിലേക്ക് അയാൾ പോയി കഴിഞ്ഞിരുന്നു. അത്രമേൽ അയാൾ ഭയന്ന് കഴിഞ്ഞിരുന്നു. അയാളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത്. പിന്നീട് അയാളുടെ സുഹൃത്തുക്കൾ അയാളെ വിളിച്ചുകൊണ്ട് ടെൻറ്റിലേക്ക് പോകുകയും അയാളെ അയാളുടെ കട്ടിലിൽ ഇരുത്തുകയും ചെയ്തു. എന്നിട്ടും അയാൾക്ക് ആ ഭയത്തിൽ നിന്നും പിന്മാറാൻ കഴിഞ്ഞിരുന്നില്ല. ആ കടുവയെപ്പറ്റി നല്ലപോലെ അറിയാവുന്ന ആ തൊഴിലാളികളും മറ്റാളുകളും അന്നത്തെ രാത്രി ഉറങ്ങിയതുപോലുമില്ല. കാരണം ഞാൻ മുന്നേ പറഞ്ഞതാണ്, ആ കടുവ ആ ഗ്രാമത്തിൽ നടത്തിയ ആ കൊലപാതകത്തെപ്പറ്റി. അവൾ പോയി തിരികെ വന്നാണ് ആ ഗ്രാമീണനെ അവിടെ നിന്നും കടിച്ചെടുത്തുകൊണ്ട് വീണ്ടും വനത്തിലേക്ക് പോയത്. അവൾ വീണ്ടും ഈ ടെൻറ്റിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയായിരുന്നു ബാക്കി ആളുകളെല്ലാം വിശ്വസിച്ചിരുന്നത്. അന്ന് താൻ മരിക്കുമെന്ന് തന്നെയാണ് ഓടിനും അന്ന് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ കടുവ ആ ടെൻറ്റിലേക്ക് മടങ്ങിയെത്തിയില്ല. ഈ പെൺകടുവയുടെ ബുദ്ധിയും തന്ത്രവുമെല്ലാം മനുഷ്യബുദ്ധിയെപ്പോലും വെല്ലുന്ന ഒന്നായിരുന്നു. ഗ്രാമത്തിലെ ആളുകൾ പറയുന്ന മറ്റൊരു കഥ കൂടിയുണ്ട്. ഈ കടുവയുടെ ബുദ്ധിശക്തിയെപ്പറ്റി പറയുമ്പോൾ ആ കഥയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. എന്നാൽ ആ കടുവ അവിടെ എങ്ങനെ വന്നു എന്ന് മാത്രം അവരാരും തന്നെ പറയുന്നില്ല. ഒരിക്കൽ പുറത്തെ ഒരു ഗ്രാമത്തിൽ നിന്നും 18 പേരടങ്ങുന്ന സംഘം ഈ ഗ്രാമത്തിലേക്ക്, അതായത് ഇപ്പോൾ സംഭവം നടക്കുവാൻ പോകുന്ന ആ ഗ്രാമത്തിലേക്ക് വന്നെത്തി. അവർക്ക് താമസിക്കുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നത് ഗ്രാമത്തിനരികിലുള്ള പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കുടിലിനുള്ളിലായിരുന്നു. അതിൻ്റെ വാതിലിന് നല്ല ഭാരവും കട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ കുടിലിലായിരുന്നു ആ 18 പേർക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരുന്നത്. ഒരു നരഭോജിയായ കടുവയുടെ ശല്യം അവിടെ ഉണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ ഇങ്ങനെയുള്ള ഒരു കുടിലിൽ പാർപ്പിച്ചത്. എന്നാൽ നേരം പുലർന്ന സമയത്ത് കാര്യങ്ങൾ അത്രയും സന്തോഷകരമായിട്ടല്ല അവസാനിച്ചത്. 18 പേരടങ്ങിയ ആ സംഘത്തിൽ പിന്നെ അവശേഷിച്ചത് വെറും 17 പേര് മാത്രമായിരുന്നു. അതായത് ഒരാളെ അവരുടെ കൂട്ടത്തിൽ നിന്നും കാണാതായി. അവരാ കുടിലിനുള്ളിലെല്ലാം തേടി. എന്നാൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് വലിച്ചിടിച്ചു കൊണ്ടുപോയ ഒരു രക്തപ്പാടായിരുന്നു. ആ രക്തപ്പാട് നീണ്ടുപോകുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ ആ കട്ടിയുള്ള ആ ഭാരമേറിയ വാതിലിൻ്റെ അരികിലാണ്. അവിടെ വന്നാണ് ആ പാട് അവസാനിച്ചതും. കടുവ എങ്ങനെയാണ് അകത്ത് പ്രവേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ ഒരു കാര്യം കൃത്യമായി തന്നെ അറിയാം, കടുവ അത്യധികം തന്ത്രശാലിയാണ്. ആരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് ആരും അറിയാതെ അവൾ ആ മുറിക്കുള്ളിൽ പ്രവേശിച്ചു. അതിനുശേഷം ആ 18 പേരിൽ നിന്നും ഒരാളെ അവൾ ലക്ഷ്യം വയ്ക്കുകയും മറ്റുള്ളവർ പോലും അറിയാതെ അയാളെ അവിടെ നിന്നും കൊന്ന് കൊലപ്പെടുത്തി വലിച്ചിടിച്ചു കൊണ്ടുപോകുകയുമാണ് ചെയ്തത്. ഒരുപക്ഷെ ആ കടുവ കടിച്ചിരിക്കുക അയാളുടെ കൃത്യം കഴുത്തിൽ തന്നെ ആയിരിക്കാം. കടിച്ച ഉടനെ തന്നെ കഴുത്ത് ഒടിച്ച് കാണണം. ഒന്ന് ഞരങ്ങുവാനോ പിടയുവാനോ പോലും സമയം അവൾ കൊടുത്തു കാണില്ല. കൊന്ന ഉടനെ തന്നെ അവിടെ നിന്നും അയാളെ വലിച്ചിഴച്ചുകൊണ്ട് പുറത്തേക്ക് പോയതായിരിക്കാം. ഇങ്ങനെയായിരിക്കാം അവിടെ നടന്നതെന്ന് ആ ഗ്രാമത്തിലെ ആളുകളും അവിടേക്ക് എത്തിയ ആളുകളും ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്നാൽ സംഭവത്തിലെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ കടുവ എങ്ങനെയാണ് അതിനുള്ളിൽ പ്രവേശിച്ചതെന്നും എങ്ങനെയാണ് അയാളെ വലിച്ചിടിച്ചുകൊണ്ട് പുറത്തോട്ട് പോയതെന്നും ഒരു ചോദ്യചിഹ്നം പോലെ ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്. ഈ ഒരു കഥ മാത്രമായിരുന്നില്ല ആ കടുവയുടെ ബുദ്ധിസാമർഥ്യം വർണ്ണിക്കുവാൻ വേണ്ടി അവിടെയുള്ള ഗ്രാമീണർ പറഞ്ഞത്. മറ്റൊരു സംഭവം കൂടി ഗ്രാമത്തിൽ നടന്നിരുന്നു. അത് ഇങ്ങനെയാണ്. നേരം പുലർന്ന സമയം ഗ്രാമത്തിൻ്റെ കുടിൽ നിന്നും ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് ബാക്കിയുള്ളവർ ഉണരുകയും അവിടെ ഓടിയെത്തുകയും ചെയ്തത്.
സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് കുടിലിൻ്റെ വാതിലിന് വെളിയിലൂടെ വനത്തിലേക്ക് നീണ്ടുപോകുന്ന ഒരു രക്തത്തിൻ്റെ ചാലായിരുന്നു. കടുവയുടെ കാൽപ്പാടുകളും അതിനൊപ്പം തന്നെ കാണുവാൻ സാധിച്ചു. കടുവയുടെ ആക്രമണം ഉണ്ടായെന്ന് നേരം പുലർന്ന ശേഷം മാത്രമാണ് ആ കുടിലുണ്ടായിരുന്നവർ പോലും തിരിച്ചറിഞ്ഞത്. അത്രയും ശ്രദ്ധാപൂർവമാണ് ആ പെൺകടുവ അവിടെ അന്ന് നരനായാട്ട് നടത്തിയിരുന്നത്. ആ ഗ്രാമീണന് പറയാനുണ്ടായിരുന്നത് ഇതാണ്: കടുവ രാത്രിയിൽ എപ്പോഴാണ് വന്നതെന്ന് ആർക്കും അറിയില്ല. അടഞ്ഞു കിടന്നിരുന്ന കുടിലിൻ്റെ വാതിൽ തള്ളി തുറന്നായിരിക്കാം ആ കടുവ അകത്തേക്ക് പ്രവേശിച്ചത്. ആ കുടിലുണ്ടായിരുന്നത് 3 പേരാണ്: പിതാവും ഭാര്യയും അവൻ്റെ പുത്രനും. അയാളുടെ മകനെയാണ് ആ കടുവ കടിച്ചു പിടിച്ച് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതും അയാളുടെ മകൻ കടന്നിരുന്നത് അയാൾക്ക് അപ്പുറം മാറിയായിരുന്നു. അതായത് കടുവയ്ക്ക് പോകണമെങ്കിൽ അയാളെ മുറിച്ച് കടന്ന് അയാൾക്ക് മുകളിലൂടെ വേണം പോകുവാൻ. അതായത് കുടിലിൻ്റെ വാതിൽ തള്ളി തുറന്നെത്തിയ കടുവ അയാളുടെ മുകളിലൂടെ ഒന്ന് ചാടി വീണ്ടും നടന്ന് അയാളുടെ മകൻ്റെ അരികിലേക്ക് പോയി. ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ മകൻ്റെ കഴുത്തിൽ കടിച്ച് തൻ്റെ കൂർത്ത കോമ്പലുകൾ കഴുത്തിലേക്ക് ഇറക്കി പെടലി ഒടിച്ചായിരിക്കാം കൊന്നത്. വീണ്ടും അവിടെ നിന്ന് കടിച്ചു തൂക്കി അയാൾക്ക് മുകളിലൂടെ ചാടി വാതിലും കടന്ന് പുറത്തെ വനത്തിലേക്ക് പോയതായിരിക്കാം. അത്രയും സംഭവങ്ങൾ ആ കുടിലിൽ നടന്നിട്ടും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും ഒന്നും തന്നെ അറിയുവാൻ സാധിച്ചില്ല. പുലരും വരെ. പുലർന്നു കഴിഞ്ഞ് രക്തപ്പാടുകൾ കണ്ടാണ് അവർ ഉച്ചത്തിൽ അലറിയത്, തൻ്റെ മകനെ കാണാത്തതുകൊണ്ട്. അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ബാക്കിയുള്ളവരും അറിയുന്നത്. ഗ്രാമത്തിലെ കുറച്ച് ആളുകൾ ആയുധങ്ങളും മറ്റ് സാധനങ്ങളും എടുത്തുകൊണ്ട് ആ രക്തച്ചാലിനെ പിന്തുടർന്നുകൊണ്ട് വനത്തിലേക്ക് പോയി. എങ്കിലും വനത്തിൽ എവിടെ വെച്ചോ ആ രക്തപ്പാടുകൾ അവസാനിച്ചു. പിന്നീട് ആ കടുവ എവിടേക്കാണ് പോയതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടെ ഗ്രാമത്തിൽ നിന്നും നഷ്ടമായ ആ ബാലൻ്റെ ശരീരവും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ കഥയും ആ കടുവ എത്ര ശ്രദ്ധാലുവാണെന്നും എത്ര തന്ത്രശാലിയാണെന്നും വെളിപ്പെടുത്തുവാൻ പോകുന്ന ഒന്നാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ആ കാഴ്ച ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് വലിയൊരു ഭീതിയായിരുന്നു സമ്മാനിച്ചത്. കാരണം ആ രക്തച്ചാലിൻ്റെ കൂടെ 2 കുട്ടിക്കടുവകളുടെ കാലടയാളങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതെ, വീണ്ടും ആ പെൺകടുവ 2 കുട്ടികൾക്ക് കൂടി ജന്മം നൽകിയിരുന്നു. ഗ്രാമത്തിലെ ആളുകൾ ഭയന്നത് ഇതാണ്: ഒരുപക്ഷേ ആ പെൺകടുവ തൻ്റെ കുട്ടികൾക്കും നരവേട്ടയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്ന്. ഈ ഒരു ചിന്ത ആ ഗ്രാമത്തിലെ ആളുകളുടെ മനസ്സിൽ ചില്ലറ ഞെട്ടലുകളൊന്നുമല്ല ഉണ്ടാക്കിയത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ആ കടുവയുടെ ശല്യം വല്ലാതെ പെരുകി വന്നു. പലരും ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി പല കെണികളും പല വിദ്യകളും ഉപയോഗിച്ചുവെങ്കിലും ആ കടുവയെ ആർക്കും തന്നെ പിടിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയിരിക്കെ മറ്റൊരു സംഭവം ഉണ്ടായി. 1889 മെയ് മാസം മുണ്ടാളിയ എന്ന പ്രദേശത്ത് ആ കടുവ ഭീതി നിറച്ചു നിൽക്കുന്ന സമയം. ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഭയത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മെയ് 11 ഗ്രാമത്തിൽ നിന്നും ഒരു പശുക്കിടാവിനെ ആ കടുവ കൊന്നുകൊണ്ടുപോയി. ആ വാർത്ത അടുത്തുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ എല്ലാം അറിയിച്ചിരുന്നു. ആ പശുവിനെ വലിച്ചിഴച്ച പാടുകളും മറ്റും നോക്കി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിന് പിന്നാലെ പോയിരുന്നു. വനത്തിൽ വെച്ച് അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അതിനെ പിടിക്കുവാൻ വേണ്ടി പല ഗണികളും അവിടെ ഒരുക്കിയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് മറ്റൊരു സംഭവം നടന്നത്. ഈ പെൺകടുവ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അതിന് വിശക്കുമ്പോൾ നായാടാനിറങ്ങി. അന്ന് അവൾക്കിരയാകാൻ പോയത് ഒരു തപാലുകാരനായിരുന്നു. അയാളുടെ ഭയം കൊണ്ട് മാത്രമാണ് അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത്. കടുവ അയാളെ കൊല്ലുവാൻ വേണ്ടി അയാളുടെ പിന്നാലെ എത്തിയെങ്കിലും ഗ്രാമത്തിലെ ആളുകളുടെ സഹായത്തോടെ ആ കടുവയെ തുരത്തുകയായിരുന്നു. ഈ സംഭവം ഒരു കാട്ടുതീ പോലെ എങ്ങും പടർന്നു. അന്നത്തെ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ഓസ്മാൻ സ്റ്റോണും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഹാൻസാർഡും കൂടി ചേർന്ന് ഈ കടുവയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. കടുവയെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വിശദമായി തന്നെ അറിയാമായിരുന്നു. കാരണം അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. ഓസ്മാൻ സ്റ്റോണിൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്നത് 12 ബോറിൻ്റെ ഒരു റൈഫിലാണ്. അതേപോലത്തെ തന്നെ ഒരു റൈഫിൽ തന്നെ ആയിരുന്നു ഹാൻസാർഡിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നത്. നമ്മൾ ഇനിയും കഥ പറയുവാൻ പോകുന്നത് ഓസ്മാൻ സ്റ്റോണായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നായിരിക്കും ഇനിയും പറയുക. ഹാൻസാർഡ് വളരെ സന്തോഷത്തിലായിരുന്നു. ഒരു കടുവ വേട്ടയ്ക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. അതും ഒരു നരഭോജിയായ കടുവയെ കൊല്ലുവാൻ വേണ്ടി. അത്യധികമായ സന്തോഷം അയാളുടെ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഒരു അപകടം പിടിച്ച പരിപാടിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ സാധാരണ ഒരു കടുവയെ വേട്ടയാടുവാൻ വേണ്ടിയല്ല പോകുന്നത്. മനുഷ്യനോളം ചിന്തിക്കുവാനും മനുഷ്യനേക്കാൾ തന്ത്രങ്ങൾ മെനയുവാനും കഴിവുള്ള ഒരു രാക്ഷസിയെ കൊല്ലുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും ഹാൻസാർഡ്. ഒരുപക്ഷെ നിങ്ങളിതിൽ നിന്നും പിന്മാറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്.
എന്നാൽ അത് കേട്ടതും ഹാൻസൺ ഒന്ന് പുഞ്ചിരിച്ചു. എന്തായാലും നമ്മൾ ഒരുമിച്ച് പോകുവാൻ തന്നെയല്ലേ തീരുമാനിച്ചത്, അതിലൊരു മാറ്റമില്ല. എനിക്കൊന്നിനെയും ഭയമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. മെയ് 12 തന്നെ അവർ ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി അതിനെ കണ്ടു എന്ന് പറയപ്പെടുന്ന ആ വനത്തിലേക്ക് സഞ്ചരിച്ചു. തികഞ്ഞ തന്ത്രശാലിയായ കടുവയായിരുന്നുവെന്ന് ഇരുവർക്കും നല്ല പോലെ തന്നെ അറിയാം. അതിൻ്റെ ആക്രമണം എവിടെ നിന്നും ഉണ്ടാകുമെന്നും അവർക്കാർക്കും തന്നെ പറയുവാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകതരം ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് നടന്നത്. അതായത് പരസ്പരം അവർ തമ്മിലുള്ള ദൂരം ഏകദേശം 10 മീറ്ററായി നീട്ടിക്കൊണ്ട് അത്രയധികം ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് അവർ വനത്തിലൂടെ സഞ്ചരിച്ചത്. അതായത് കടുവ പിന്നിലൂടെ വന്ന് പിന്നിലുള്ള ആളെ ആക്രമിച്ചു കഴിഞ്ഞാൽ മുന്നിലുള്ള ആൾക്ക് തിരിഞ്ഞു നിന്ന് വെടിവെക്കാം. അതല്ല, പിന്നിലൂടെയാണ് മുന്നിൽ പോകുന്ന ആളെ കടുവ ആക്രമിക്കുന്നതെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് കൃത്യമായി നിറയൊഴിക്കാൻ കഴിയും. അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി ആ നിഗൂഢതകൾ നിറഞ്ഞ ആ വനത്തിലേക്ക് അവർ ഇരുവരും പ്രവേശിച്ചത്. അവിടുത്തെ ആ വനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ഒരു രാക്ഷസ കോട്ട പോലെയായിരുന്നു. നിബിഡമായ വനം, നട്ടുച്ചയ്ക്ക് പോലും പ്രകാശം ഭൂമിയിലേക്ക് വന്ന് പതിക്കുവാൻ ഭയപ്പെടുന്ന അത്രയും ഇടതൂർന്ന മരങ്ങളുള്ള വനം. ആ മരങ്ങൾ മാത്രമായിരുന്നില്ല ആ വനത്തെ അത്രയും ഭയാനകമാക്കിയത്. ആ മരത്തിൽ ഒരു പാമ്പ് കണക്കെ ഇണപിരിഞ്ഞ് ചുറ്റിപ്പിരിഞ്ഞ് മുകളിലേക്ക് പടർന്നു കിടക്കുന്ന വള്ളിച്ചെടികൾ ആ കാടിൻ്റെ കട്ടി വല്ലാതെ കൂട്ടുന്നു. പിന്നെ കുറ്റിക്കാടുകൾ, പുൽമേടുകൾ, അരുവികൾ എല്ലാം ഈ വനത്തെ അത്യധികം സുന്ദരിയാക്കുന്നു. പക്ഷേ ഒരു യക്ഷിയെപ്പോലെ ഭയപ്പെടേണ്ട ഒരു വനം കൂടിയാണ്. ഞാൻ ഹാംസനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾ പുലർച്ചെ ഇറങ്ങിയതാണ്, പ്രാതൽ കഴിച്ചുകൊണ്ട് ആ കടുവയെ തേടി. ഞങ്ങളുടെ ഒരു ട്രാക്കർ പറഞ്ഞത് പ്രകാരം ആ കടുവ തെക്ക് കിഴക്ക് ദിശയിലേക്ക് ഇപ്പോൾ സഞ്ചരിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞത്. ആ കടുവയെ പിന്തുടർന്നുകൊണ്ട് അയാൾ പറഞ്ഞതുപോലെ തന്നെ ആ ദിശയിലേക്ക് ഞങ്ങൾ സഞ്ചരിച്ചു. പോകുന്നതിന് മുന്നേ അവിടുത്തെ പ്രദേശം മുഴുവൻ ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നീണ്ട വലിയ അരുവിയുടെ അരികിലേക്കാണ്. അല്പം താഴ്ചയും ഇറക്കവുമുള്ള ആഴം കൂടിയ ഒരു അരുവിയുടെ അരികിലേക്ക്. ഒരുപക്ഷെ ആ കടുവ പോയിരിക്കുന്നതും ആ അരുവിക്കരയിലേക്ക് തന്നെയായിരിക്കാം. അവിടെ എവിടെയെങ്കിലും ആയിരിക്കാം ആ കടുവയുടെ താവളവും. വലിയ പ്രതീക്ഷകളോടെ ഞങ്ങൾ ആ കടുവയെ പിന്തുടർന്നുകൊണ്ട് ആ കടുവ ഇപ്പോൾ കാണുമെന്ന് കരുതപ്പെടുന്ന ആ പ്രദേശത്തേക്ക് സഞ്ചരിച്ചു. എൻ്റെ കയ്യിൽ ആ സമയം വലിയ മൂർച്ചയേറിയ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി കൊണ്ട് മുന്നിലുള്ള വള്ളികളും പടർപ്പുകളുമെല്ലാം വെട്ടിമാറ്റിയാണ് ഞാൻ മുന്നിലേക്ക് നടന്നു നീങ്ങുന്നത്. എൻ്റെ തൊട്ടു പിന്നിലെയാണ് എൻ്റെ സുഹൃത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കാലടി ശബ്ദങ്ങൾ വ്യക്തമായി തന്നെ എനിക്ക് കേൾക്കുവാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ ശ്രദ്ധിക്കുന്നുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരുവരും അരുവി ലക്ഷ്യമാക്കി നടന്നു. ഞങ്ങളുടെ ഒരു നിഗമനപ്രകാരം അരുവിക്കരിയിലുള്ള പാറക്കെട്ടുകളിലും മറ്റുമുള്ള പൊത്തിലോ വല്ലതും ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ഗുഹയ്ക്കുള്ളിലും വല്ലതും ആയിരിക്കാം ആ കടുവ വസിക്കുന്നത്. ആ രാക്ഷസിക്ക് വസിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ആ അരുവിയുടെ അരികിലുണ്ട്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം ആ കടുവയുടെ താവളവും. എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. അങ്ങനെ ഏറെ ദൂരത്തെ നടത്തലിന് ശേഷം ഞങ്ങൾക്കങ്ങനെ ആ അരുവി കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അരുവിയിൽ വെള്ളം കുറവാണ്. ഞങ്ങൾ ഇരുവരും അരുവിയുടെ അരികിലേക്ക് എത്തി. അരുവിക്ക് 30 വാര താഴ്ചയുണ്ടായിരുന്നു. ഞാൻ പതിയെ എൻ്റെ സുഹൃത്തിനോട് അവിടെ നിൽക്കുവാൻ പറഞ്ഞ ശേഷം അരുവിയുടെ താഴ്ചയിലേക്ക് ഇറങ്ങി. അതിനുശേഷം ഞാൻ അരുവിയുടെ കരയിലൂടെ അങ്ങനെ നടന്നു. എൻ്റെ സുഹൃത്തിനോട് അതിൻ്റെ മുകളിലൂടെ തന്നെ ആ കടുവയെ അന്വേഷിച്ച് നടക്കുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നടന്നില്ല എങ്കിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണെന്ന് അറിയാമായിരുന്നു. കാരണം കടുവയ്ക്ക് വളരെ എളുപ്പത്തിൽ മുകളിൽ നിന്നും ഞങ്ങളുടെ മുകളിലേക്ക് ചാടി വീഴാം. ലക്ഷ്യം തെറ്റാതെ ഞങ്ങളുടെ കഴുത്ത് ഒരുപക്ഷെ അവൻ കടിച്ചൊടിച്ചേക്കാം, തൽക്ഷണം മരണപ്പെട്ടേക്കാം. അതൊഴിവാക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചത്. എൻ്റെ സുഹൃത്ത് മുകളിലൂടെയും ഞാൻ താഴെ അരുവിയുടെ കരയിലൂടെയും അവനെ തിരക്കി അങ്ങനെ നടന്നു. സമയം കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ 12 മണിയായിരിക്കുന്നു. സൂര്യൻ ഞങ്ങളുടെ ഉച്ചയ്ക്ക് മേൽ ഉദിച്ചു നിൽക്കുന്നു. ഞാൻ താഴെ നിന്നും അവനോട് വിളിച്ചു പറഞ്ഞു, ഇനിയും മുന്നിലേക്ക് നടക്കുന്നത് ജാഗ്രതയോടെ വേണം. ഒരു പക്ഷേ ഇവിടെ എവിടെയെങ്കിലും അവൾ മറഞ്ഞിരിക്കാം. ഇനിയും ഏത് നിമിഷവും ഒരാക്രമണം പ്രതീക്ഷിക്കണം. ഇത്രയും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ തോളിൽ കടന്നിരുന്ന റൈഫിൾ എടുത്ത് കയ്യിൽ പിടിച്ചു. സേഫ്റ്റി ക്യാച്ച് റിമൂവ് ചെയ്തു. ഇനിയും ഏത് നിമിഷവും വെടിവെക്കുവാൻ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ ഓരോ ചൂടും മുന്നിലേക്ക് വെച്ചത്. എന്നാൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഞങ്ങളെ പിന്തുടർന്നുകൊണ്ട് ആ രാക്ഷസി ഞങ്ങൾക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നുവെന്ന്. അതറിയുവാൻ വീണ്ടും ഏകദേശം 10 മിനിറ്റുകൾ കൂടി എടുത്തു. അരുവിക്കരയിലൂടെ ഞങ്ങൾ നടന്നു പോയപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഒരു പക്ഷേ
അവളുടെ ആക്രമണം ഉണ്ടാക്കാൻ പോകുന്നത് അരുവിയുടെ മുകളിൽ നിന്നുമാണെന്നാണ്, അതായത് മുകളിൽ നിന്നും താഴേക്ക്. എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറമായിരുന്നു അവളുടെ ആക്രമണം. ഞാൻ ശ്രദ്ധയോടെ മുന്നിലേക്ക് നടന്നു നീങ്ങി. എൻ്റെ സുഹൃത്ത് മുകളിലൂടെ മുന്നിലേക്ക് നടന്നു നീങ്ങി. കൃത്യമായി ഞാൻ 30 വാര താഴെയും 10 മീറ്റർ ദൂരെയുമായിരുന്നു. അങ്ങനെ ശ്രദ്ധയോടെ മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോഴാണ് ആ വലിയ ശബ്ദം ഞാൻ കേട്ടത്. എൻ്റെ സുഹൃത്തിൻ്റെ ഉച്ചത്തിലുള്ള അലർച്ചയും ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനവുമായിരുന്നു. ശബ്ദം കേട്ടതും ഞാൻ വളരെ വേഗം തന്നെ ആ 30 വാര ഉയർച്ചയിലേക്ക് വലിഞ്ഞു കയറി. ഞാൻ മുകളിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ച എൻ്റെ സുഹൃത്തിൻ്റെ മുകളിലേക്ക് ആ പെൺകടുവ ചാടി വീണ് കിടക്കുന്നതും അവനെ കടിച്ചു കൊല്ലുവാൻ ഭാവിക്കുന്നതുമാണ്. അവൻ്റെ തോക്കുകൊണ്ട് ആ കടുവയെ അവൻ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഒട്ടും സമയം വൈകിയില്ല. എൻ്റെ കൈവശമുണ്ടായിരുന്ന 12 ബോർ റൈഫിലെടുത്ത് ആ കടുവയുടെ നേരെ ചൂണ്ടുകയും നിറയൊഴിക്കുകയും ചെയ്തു. എൻ്റെ തോക്കിൽ നിന്നും തിര ഒരു ഗർജനത്തോടെ ആ കടുവയുടെ ശരീരത്തിലേക്ക് വന്നു തറച്ചു. ആ കടുവ തെറിച്ച് 30 വാര താഴ്ചയുള്ള ആ അരുവിയിലേക്ക് വന്നു പതിച്ചു. ആ തിര അവളുടെ ശരീരത്തെ തറച്ചു കയറിയിട്ടും അവളുടെ ജീവൻ പോയിരുന്നില്ല. ഉഗ്രമായ ഗർജനങ്ങൾ ആ അരുവിയിൽ നിന്നും ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല. രണ്ടാമത്തെ ഒരു ഷോട്ട് കൂടി എടുത്തു. അത് കൃത്യം ആ പെൺകടുവയുടെ തല തുളച്ച് പുറത്തേക്ക് പോകുന്ന ഒന്നായിരുന്നു. അതോടുകൂടി ഒന്ന് അനങ്ങുവാനോ ഒന്ന് ഗർജിക്കുവാനോ പോലും കഴിയാതെ അവൾ ആ അരുവിയിലേക്ക് വന്നു വീണു. ആ അരുവിയിൽ ചെറിയ ഒഴുക്കുണ്ടായിരുന്നു. അവളുടെ രക്തം പതിയെ ആ അരുവിയിലെ വെള്ളത്തിലേക്ക് കലങ്ങുകയും പതിയെ അത് ഒലിച്ച് ദൂരേക്ക് അകന്നു പോവുകയും ചെയ്തു. ആ കാഴ്ചകൾ ഞങ്ങൾ മുകളിൽ നിന്നും കണ്ടു. ആ കടുവയുടെ ജീവൻ പൂർണ്ണമായും പോയി എന്ന് മനസ്സിലാക്കിയതും ഞങ്ങൾ ഇരുവരും ആ പതിയെ അരുവിയിലേക്ക് ഇറങ്ങി ആ കടുവയുടെ അരികിലേക്ക് നടന്നു. എൻ്റെ സുഹൃത്തിൻ്റെ മുഖത്തു നിന്നും രക്തം ധാരധാരയായി ഒലിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് ആ കടുവയുടെ കൂർത്ത നഖങ്ങൾ ആഴത്തിലുള്ള മുറിപ്പാടുകൾ സമ്മാനിച്ചിരുന്നു. മുഖത്തും കഴുത്തിലും ആഴമേറിയ പാടുകൾ തന്നെയായിരുന്നു അത്. അതിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുണി കീറുകയും അവൻ്റെ കഴുത്തും മുഖവും നല്ലപോലെ കെട്ടിവെക്കുകയും ചെയ്തു. എങ്ങനെയായിരിക്കും ആ കടുവ വന്നിരിക്കുക? ഞാൻ ചിന്തിച്ചു. ഒരു പക്ഷേ ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആ കടുവ ഇവനെ ലക്ഷ്യം വെച്ച് കാണണം. ഇവൻ പോലും അറിയാതെ ഇവൻ്റെ പിന്നാലെ ആ കടുവ കുറ്റിക്കാടുകളുടെ മറവിലൂടെ സഞ്ചരിച്ച് കാണണം. ഒരവസരം കിട്ടിയപ്പോൾ അനങ്ങാതെ പിന്നിലൂടെ ഒരു ഗർജനത്തോടെ അവൻ്റെ മുകളിലേക്ക് ചാടി വീണതായിരിക്കാം. തോക്കുകൊണ്ട് തടയാൻ ശ്രമിച്ചപ്പോൾ അവളുടെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അവൻ്റെ മുഖത്തും കഴുത്തിലും മാന്തി. അപ്പോഴായിരിക്കാം ഞാൻ മുകളിലേക്ക് കയറി വന്നത്. അല്പം കൂടി താമസിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും അവനെ ആ കടുവ കൊന്നേനെ. തലനാഴികയ്ക്ക് മാത്രമാണ് അവൻ്റെ ജീവൻ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. എങ്കിലും ആ കടുവയ്ക്ക് സാമാന്യം നല്ല രീതിയിലുള്ള പരിക്ക് തന്നെയാണ് അവന് സമ്മാനിച്ചിരിക്കുന്നത്. ചത്തുകിടന്ന കടുവയുടെ അരികിലേക്ക് ഞങ്ങൾ ചെന്നു. ആ കടുവയൊന്ന് പരിശോധിച്ചു. നല്ല പ്രായാധിക്യമുള്ള കടുവയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. കാരണം അതിൻ്റെ ഒരു കോമ്പലൊഴികെ ബാക്കി പല്ലുകളെല്ലാം തേഞ്ഞു പോയിരുന്നു. സാമാന്യം വലിയൊരു പെൺകടുവ തന്നെയായിരുന്നു. അതിൻ്റെ വലിപ്പം വിളിച്ചോതുന്നത് ഒരു കാലത്ത് ആ കടുവ ആ കാട്ടിലെ റാണി തന്നെ ആയിരുന്നു എന്നാണ്. മനുഷ്യനേക്കാൾ തന്ത്രശാലിയായ, ഇതുവരെയും മനുഷ്യനെ ഭയത്തിലാഴ്ത്തിയിരുന്ന ആ കടുവയുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞു പോയിരിക്കുന്നു. കടുവയെ പരിശോധിച്ച എനിക്കും എൻ്റെ സുഹൃത്തിനും മറ്റൊരു കാര്യം കൂടി ബോധ്യപ്പെട്ടിരുന്നു. 2 കഥ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു കഥയിൽ 2 കുട്ടിക്കടുവകളുടെ കാര്യം പറഞ്ഞത് ഓർമ്മയില്ലേ? അതായത് ആ കുടിൽ നിന്നും ഒരാളെ വലിച്ചിഴച്ചു കൊണ്ട് പോയപ്പോൾ ആ രക്തപ്പാടിനൊപ്പം ഉണ്ടായിരുന്ന 2 കുട്ടിക്കടുവകളുടെ കഥ. ആ കഥ വെറുമൊരു കെട്ടുകഥയായിരുന്നുവെന്നും ഗ്രാമത്തിലെ ആളുകളെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ആരോ കെട്ടിച്ചമച്ച മറ്റൊരു ഭയപ്പെടുത്തുന്ന കഥയായിരുന്നു അത്. ആ കടുവ ചത്തുകിടന്നപ്പോൾ അതിൻ്റെ പ്രായാധിക്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ബോധ്യപ്പെട്ടതാണ്. പിന്നെ ഒരുപാട് സമയം ഞങ്ങൾക്ക് അവിടെ പാഴാക്കുവാൻ ഉണ്ടായിരുന്നില്ല. എത്രയും വേഗം എൻ്റെ സുഹൃത്തിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. കാരണം കടുവയുടെ ആക്രമണത്തിന് ഇരയായതാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ കടുവ സമ്മാനിച്ച മുറിപ്പാടുകൾ അദ്ദേഹം മരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ മുഖത്ത് അതുപോലെ തന്നെ കാണുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ആ പുഞ്ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്കിന്നും മനസ്സിലായില്ല. ഒരു പക്ഷേ കറേജ് എന്നായിരിക്കാം. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.